ഷാഹിദ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം മഴക്കാലം കർക്കിടക മാസം ആയതുകൊണ്ട് അതിന് കുടിക്കാൻ പറ്റിയ ഒരു ഡീറ്റോക്സ് വാട്ടറാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. അതിൽ 10 കൂട്ടം സാധനങ്ങളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പട്ട, ഏലക്ക 4-5 കഷ്ണം പട്ട, ഏലക്ക 2 എണ്ണം, പെരിഞ്ജീരകം 1/2 സ്പൂൺ, നല്ല ജീരകം 1/2 സ്പൂൺ, കുരുമുളക് ഒരു 10-15 എണ്ണ എണ്ണയെടുത്ത്, ഗ്രാമ്പു ഒരു 10 എണ്ണം, ഉലുവ ഒരു 1/4 ടീസ്പൂൺ, കരിഞ്ജീരകം, ഇഞ്ചി ഒരു കഷ്ണം, മഞ്ഞൾപ്പൊടി, ഇത്രയുമാണ്. ഇതെല്ലാം കൂടി എടുത്ത് ഒരു ഇതിലിട്ട് ചതച്ചെടുക്കാം. എല്ലാം കൂടി ഒന്നിച്ചിട്ട് ചതച്ചാൽ മതി. മഞ്ഞൾപ്പൊടി ഒഴികെ എല്ലാം സാധനം, മഞ്ഞൾപ്പൊടി ഇടരുത്. എല്ലാം എടുത്ത് ഒന്ന് ചതച്ചതിന് ശേഷം വെള്ളത്തിലിട്ട് കൊടുക്കാം. വളരെ ഗുണമുള്ള ഒരു ഡീറ്റോക്സ് വാട്ടറാണിത്. വെള്ളം നല്ല ഒരുമാതിരി പരുവത്തിലായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഈ പൊടിച്ചു വെച്ച പൊടികൾ ഇട്ട് കൊടുക്കാം. അതിന് ശേഷം മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് നേരം അടച്ചു വെച്ച് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം. ദേഹത്തിന് വേദനയുള്ളവർക്കും തൊണ്ടവേദനയുള്ളവർക്കും എല്ലാം നല്ലപോലെ നേരിയ ചൂടോടുകൂടി എടുത്ത് വെറുതെ കുടിക്കാനും പറ്റും. തേൻ വേണമെങ്കിൽ അതും ചേർത്ത് കുടിക്കാം, അല്ലെങ്കിൽ കരിപ്പട്ടി ചേർത്ത് കുടിക്കാം. ചായക്ക് പകരമായിട്ടും എല്ലാം കുടിക്കാവുന്നതാണിത്. ഇതിൽ വേണമെങ്കിൽ കൽക്കണ്ടം ചേർത്ത് വേണമെങ്കിലും കുടിക്കാം. അതിനേക്കാളും നല്ലത് പനം കൽക്കണ്ടമോ തേനോ ചേർത്ത് കുടിക്കുന്നതാണ്. കരിപ്പട്ടി വേണമെങ്കിലും ചേർക്കാം. ഇത് കുടിക്കേണ്ടത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ കുറച്ച് എടുത്ത് ഒരു ചെറിയ ഗ്ലാസ്സിലെടുത്ത് കുടിക്കാം. പിന്നെ അതിന് ശേഷം ഉച്ചക്ക് കുടിക്കാം, രാത്രി കുടിക്കാം. 3 നേരം ഇത് കുടിക്കണം. ബാക്കി ഉണ്ടെങ്കിൽ എടുത്ത് വെച്ചാലും ഇരിക്കും. ഈ ചതച്ച് വെച്ച സാധനം അതിൽ നിന്ന് എല്ലാം ഇറങ്ങി, ഇതിൽ നിന്നുള്ള ഫലമുള്ള ഇതൊക്കെ ഇറങ്ങി വന്നതിന് ശേഷം പിന്നെ ഒരു വട്ടവും കൂടി തിളപ്പിക്കാൻ കാണും. അതിൽ വെള്ളം ഒഴിച്ച് തിളപ്പിച്ചാൽ മതി. 2 ദിവസത്തിൽ മാറ്റിയാൽ മതി. ഇത് നല്ല ഫലമുള്ള വെള്ളമാണിത്. പല അസുഖങ്ങളും ഉള്ളവർക്ക്, ഇപ്പോൾ ഡെങ്കിപ്പനി എല്ലാം ഉള്ള സമയത്ത്, കോളറ എല്ലാം ഉള്ള സമയത്ത് ഇത് കുടിച്ചാൽ അതൊന്നും പകർച്ചവ്യാധികളൊന്നും വരില്ല. ഈ വെള്ളം എല്ലാവരും നല്ലപോലെ തിളപ്പിച്ച് കുറച്ച് കുറയണം, അതുപോലെ തിളപ്പിക്കണം. കുറച്ച് നേരം അടച്ചു വെച്ച് തിളപ്പിക്കാം. നല്ല വെട്ടിത്തിളക്കുന്നുണ്ട്. നല്ല മണവും പട്ടയുടെ എല്ലാം മണം. തീ കുറച്ച് വെച്ച് ഒരു 5 മിനിറ്റും കൂടി തിളപ്പിച്ച ശേഷം അടുപ്പ് ഓഫാക്കി അടച്ചു വെക്കാം. നല്ല കളറും വന്നിട്ടുണ്ട്. വെള്ളത്തിൻ്റെ കളർ നല്ല കട്ടൻ ചായയുടെ കളറാണ് വന്നിരിക്കുന്നത്. ഇനി ഇത് ഓഫ് ചെയ്ത് കുറച്ച് നേരം അടുപ്പ് ഓഫ് ചെയ്ത് കുറച്ച് നേരം അടച്ചു വെക്കാം. ഈ വെള്ളം എല്ലാവരും തിളപ്പിച്ച് കുടിച്ച് നോക്കണം. നല്ല ഫലമുള്ള വെള്ളമാണിത്. പല സാധനങ്ങളും ചേർന്നിട്ടുണ്ട്. കുരുമുളക്, പട്ട, ഗ്രാമ്പു എല്ലാം ചേർന്നിരിക്കുന്നതാണ്. പല അസുഖങ്ങളും വരുന്ന സമയത്ത്, മഴ സമയത്തും ഇത് കുടിച്ചാൽ വളരെ ദേഹത്തിന് നല്ല സുഖം കിട്ടും. തൊണ്ടവേദനയുള്ളവർക്കും എല്ലാം ഇത് നല്ല ഫലപ്രദമാണ്. ഇത് ചെയ്ത് നോക്കി എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇത് ചൂടാറുമ്പോൾ ഗ്ലാസ്സിലിട്ട് കുടിക്കണം. ഞാൻ ഗ്ലാസ്സിലിട്ട് കാണിക്കാമെന്ന് പറഞ്ഞപ്പോൾ നല്ല തിളച്ചിരിക്കുന്നു, അതുകൊണ്ടാണ് കാണിക്കാത്തത്. ഇനി ഒരു നല്ല റെസിപ്പിയായിട്ട് വരുന്നത് വരെ ബൈ.